ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെയാണോ താമസം? അതെ. മിസ് ജെയിംസിന്റെ ഒരു അകന്ന ബന്ധുവാണ്. പരിചയമുണ്ടായിരുന്നു ജെയിംസിനെ? ഇല്ല, ധാരാളം കേട്ടിട്ടുണ്ട്. എവിടേക്കാ രാവിലെ? വെറുതെ. വരൂ. എന്തേ ഇവിടെ വരാൻ? മടുത്തോ നഗര ജീവിതം? എല്ലാവർക്കും ഇല്ലേ അവരവരുടെ ജീവിതത്തിൽ ഒരു സാച്ചുറേഷൻ പോയിന്റ്? ടേപ്പ് മെഷേഡ് ലൈഫിൽ നിന്നും ഒളിച്ചോടാൻ ഒരു തോന്നൽ. ഐ വാണ്ട് ടു ചേഞ്ച് സോ ബാഡ്ലി. ജെയിംസിന്റെ മരണശേഷം ഇങ്ങോട്ട് പോന്നു. കുറച്ചു കാലം ഇവിടെ ആകാമെന്ന് കരുതി. എനിക്കും വെറുപ്പാണ് നഗരങ്ങളോട്. ജീവിതം ഒഴിച്ചെന്തും കണ്ടെത്താം. നഗരങ്ങൾ ഇന്ന് ഗ്രാമങ്ങളെ നോക്കി നെടുവീർപ്പെടുകയാണ്. മിസ്റ്റർ ബാലഗോപാലിന് സാഹിത്യത്തിന് കുറച്ച് അസുഖമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, പലതും ആകാൻ ആഗ്രഹിച്ചു. ഒരു രഹസ്യം പറയട്ടെ, ഒന്നും ആയില്ല. അതുപോട്ടെ, എനിക്ക് അരുന്ധതിയെ പറ്റി ഒന്നും അറിയില്ല. അത്രയ്ക്ക് ക്യൂരിയോസിറ്റി തോന്നാൻ മാത്രം വ്യക്തിത്വമൊന്നും എന്റെ കഥാപാത്രത്തിനില്ല. എവിടെ നോക്കിയാലും എന്നെ പോലെ അനവധി സ്ത്രീകൾ കാണും. പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഐഡന്റിറ്റി ക്രൈസിസിലെത്തി. ഓൺ എവറി സ്ട്രീറ്റ് ഇൻ ദിസ് കൺട്രി there's a nobody who dreams of being a somebody. ദിവസേന ഉണ്ടോ ഈ നടത്തം? I am an early bird. എവിടെയായാലും ഏത് കാലാവസ്ഥയിലും. പിന്നെ ഇവിടൊക്കെ ആവുമ്പോ ഈ നടത്തം അതൊരു രസ. നേരെ ഒരുപാടായി, മടങ്ങട്ടെ. മോളുണ്ടെന്ന് കാണും. ഒരു ഉഗ്രൻ മോഡലിനെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അരുണാചലം ആദ്യം സജസ്റ്റ് ചെയ്തത് തന്റെ പേര്. മറ്റു പലർക്കും ഇല്ലാത്ത എന്തോ പ്രത്യേക സാധനം തനിക്കുണ്ടെന്ന്. കവിതയോടുള്ള സ്നേഹം. താൻ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവനെ പിടിച്ചൊന്ന് പിടയ്ക്കാനാണ് തോന്നിയത്. വേശ്യാഗൃഹത്തിലെ കവയത്രി. പിന്നീട് പരിചയപ്പെട്ടപ്പോൾ തോന്നി അവൻ പറഞ്ഞത് ശരിയാണ്. നല്ല കമ്പനി. നമുക്ക് കുറച്ച് ദിവസം എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൂടാം. വാ. എന്ത് പറ്റുന്നു മാച്ച? പതിവില്ലാത്ത വേഷവും ഭാവമൊക്കെ? തണുപ്പ് തീരെ പറ്റണ്ടായിരിക്കുന്നു. വയസ്സായില്ലേ ജെയിംസ് കുട്ടി? പോരാത്തതിന് ലേശം വാദത്തിന്റെ അസ്കതയുണ്ട്. കള്ളം പറയാതെ തോമാച്ച. തോമാച്ചനെന്നും എവർ ഗ്രീൻ അല്ലേ? പിന്നെ ഈ നിത്യവനം സംരക്ഷിക്കുന്നതിനൊരു വഴിയുണ്ട്, പറയട്ടെ. ചിന്ന വീട്. ചിന്ന വീടോ? അതെന്താ ജെയിംസ് കുട്ടി? എന്ന് വെച്ചാൽ കാറിന്റെ സ്റ്റെപ്പിനൊക്കെ ഇല്ലേ, അതുപോലൊരു സംവിധാനം. ഒരു ചെറിയ വീട്, നല്ല കിളി പോലത്തെ ഒരു പെണ്ണ്. തോമാച്ച ഇടച്ചൊക്കെ പോവും, വരും, ചെലവിന് കൊടുക്കും. ആ ചൂടേറ്റാൽ ഈ വാദമൊക്കെ പറക്കും തോമാച്ച. ജെയിംസ് കുട്ടിയുടെ ഒരു തമാശ.
ഈ ചിരി അല്പം പെസ കാണല്ലോ തോമാച്ച. ഒന്ന് വെറുതെ ഇരിക്കട്ടെ ജെയിംസ് കുട്ടി. തോമാച്ചനാ എന്റെ ഈ സത്രത്തിന്റെ ഭരണം. നല്ല ഒന്നാം തരം അഡ്മിനിസ്ട്രേഷൻ. കേന്ദ്രത്തിന്റെ കാലം മുതലേ ഉള്ളതാ. ഒരു പാവാ. വാ. എന്നാ പറ്റിയടോ? ഒരത്യന്താധുനിക ചെറുകഥ പോലെ. ഈ നാടും പരിസരവും ഒക്കെ കണ്ടപ്പോ മനസ്സ് എവിടേക്കെല്ലാമോ പോയി. എടുക്കട്ടെ ഒരു ട്രിങ്ക്? വേണ്ട വേണ്ട. എളുപ്പം എന്നെ അങ്ങ് ഫ്ലാറ്റ് ആക്കി കിടത്തി ചെന്നിരുന്ന് 2 കവിത എഴുതാനാകും പരിപാടി. ആ പ്ലാൻ അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. സ്റ്റൈലൻ തണുപ്പ്, 2 പെഗൂടായപ്പോ നല്ല മൂഡ്. ഒന്ന് ചോദിക്കട്ടെ? ഇത്തരം ഒരു സീനിൽ എല്ലാ റാസ്കൾസും ചോദിക്കാറുള്ള സെയിം ഓൾഡ് ക്വസ്റ്റ്യൻ. എന്താ തന്റെ കഥ? പറയടോ, തന്നെ പറ്റി എന്തെങ്കിലും ചേഞ്ച്? എടുത്തു പറയാൻ മാത്രം ഭംഗിയുള്ള രംഗങ്ങളൊന്നും എന്റെ ജീവിതത്തിലില്ല. ഒന്നൊഴികെ. ഓർമ്മയുടെ ചില്ലയൊന്ന് അനങ്ങിയാൽ പൂക്കൾ വീഴുന്നത് ബാല്യത്തിലായിരിക്കും. മുറ്റത്തൊരു പൂവിരിഞ്ഞാൽ, പുതിയൊരു ഉടുപ്പ് വാങ്ങിയാൽ, എന്തിന് മനസ്സിലേൽക്കുന്ന നിസ്സാര പോറൽ പോലും ഓടി വന്ന് എന്നോട് പറയാറുള്ള ഉണ്ണിക്കുട്ടൻ. ഞങ്ങളുടെ ഒരു സംഘം എല്ലാം നഷ്ടപ്പെട്ടു. പുസ്തക സഞ്ചിയും കളിപ്പന്തും വലിച്ചെറിഞ്ഞ് അത് വേഗം ഓടിപ്പോയി. വളരെ വേഗം. ഒരു നിലയ്ക്ക് യു ആർ ലക്കി. ഒരു ബാല്യമെങ്കിലും ഉണ്ടല്ലോ. ഐ ഹാവ് നോ ചൈൽഡ്ഹുഡ്. എന്റെ ഡാഡി, മമ്മി അവർ ജീവിതം കൊണ്ടാടുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷം 3 കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞായില്ല എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ അതൊരു ചർച്ചാ വിഷയമാകുമെന്നുള്ള ഭയം. അങ്ങനെ ഞാൻ ജനിച്ചു. എന്നെ നോക്കാൻ ഒരായെ ഏർപ്പാടാക്കി. അവരെന്നെ പലതും പഠിപ്പിച്ചു. അക്ഷരം മുതൽ സെക്സ് വരെ. ഐ എം സോറി. പറഞ്ഞ് എവിടെല്ലാമോ എത്തി. വല്ലപ്പോഴും ഒരിക്കൽ അല്പം ഉള്ളു തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോയില്ലേ? തോമാച്ചോ, എന്തോ? കുക്കിംഗ് ഉടമ്പരയായി. ചിക്കൻ റെഡി. ചപ്പാത്തി പാവും. ചപ്പാത്തി ഇപ്പൊ ആവും. ഇപ്പൊ ആവും അല്ലേ? തോമാച്ചന്റെ ചപ്പാത്തി. കള്ളച്ചിരിയുടെ അർത്ഥം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെന്ന്. ഓർമ്മയുണ്ടോ നമ്മൾ പാരഡൈസിൽ കൂടിയെന്ന് എന്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയത്? GT. ഒരു മുരടൻ. GTക്ക് തന്റെ മേലൊരു കണ്ണുണ്ട്. സത്യത്തിൽ അവനെ ഒഴിവാക്കാൻ കൂടിയാണ് ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അതെ, തന്റെ കാര്യത്തിൽ ഞാൻ കൊതിയൻ തന്നെയാണ്. എനിക്കിപ്പോ ഒരു കൂട്ടു വേണമെന്നുള്ള തോന്നൽ. എന്തിനാ? ഒന്നും പടുത്തിരിക്കാൻ, വായി തന്നെ നോക്കിയിരിക്കാൻ. പിന്നെ പിന്നെ എന്താ? ഇന്നലെ എന്തുവായിരുന്നു? തന്നോടൊത്ത് കഴിയുമ്പോ കിട്ടുന്ന എന്തതിന് പറയുക, ഒരു ഹോംലിനെസ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. സെൽഫിഷ്, പോസസീവ് എന്നൊക്കെ താൻ പറയും. എന്ത് വേണേ പറഞ്ഞു. ഇനി തന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സിലായില്ല.
ആ ജിറ്റിയും പാർട്ടിയും. താൻ പുറത്തു വരണ്ട, ഇവിടെ ഇരുന്നു. എങ്ങനെയും പറഞ്ഞു വിടാന്ന് ഞാനും നോക്കട്ടെ. ഓരോന്ന് വലിഞ്ഞു കയറി വരും കൊച്ചു എളുപ്പം കാലത്ത്. മനുഷ്യന്റെ പ്രൈവസിയെ പറ്റി ബോധമില്ലാത്ത വർഗം. എന്തോ എടാ, ഒരു വിരലിന് മറവിൽ കാര്യം കാണുന്ന നീയാണോ ഇത് പറയുന്നത്? അത് ഞങ്ങളോട്. പിന്നെ ഇവിടെ കുടിയേറി പാർക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. മല കയറി വന്നതിന്റെ കിതപ്പ് മാറ്റാൻ ഒരു അത്താണി. വൈകിട്ടാകുമ്പോ ഞങ്ങള് പൊക്കോളാടാവി. അതൊക്കെ പോട്ടെ, മരണവശപ്പ്. തോമാച്ചനവിടെ? തോമാച്ചോ എന്തുണ്ട് തോമാച്ച കഴിക്കാൻ? വെള്ളയപ്പം വെജിറ്റബിൾ കറി. അയ്യേ, വെജിറ്റബിൾ കറി. അതന്നെ മറ്റോ കൊണ്ടക്കൂടെ ഗർഭരക്ഷയ്ക്ക്. ഫ്രണ്ട്സ്, ലുക്ക്. പൊന്നുകോഴി. നിന്നെയൊക്കെ കൂടെ കൊണ്ടുവന്നത് കോഴിനെ പിടിക്കാൻ പോലും പറ്റും. നിന്നേക്കാളും വലിയ കോഴിയാടാ ഞാൻ. തോമാച്ച, ഈ പ്രിപ്പറേഷൻ അറിയാമോ? ഇല്ല. ഇതാണ് ചിക്കൻ ഷുഡാൽ ഫിഷ്. Friends, look. Aha. ഓടല്ലേ ഓടല്ലേ ഓടല്ലേ. സുന്ദരി. ഒരു സംസ്കാരം. ആ ഇരുന്നേ. ആട്ടെ, നിന്റെ കമ്പനി വിളി. ഞാനല്ലേ കണ്ടിട്ടുള്ളൂ, ഫ്രണ്ട്സ് കണ്ടിട്ടില്ലല്ലോ. എന്ത് കമ്പനി? ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ദോസ്ത്, വേല വേലായുധനോട് വേണോ? താവളം മാറി വന്ന മമ്മിയെ പറ്റിയും മമ്മി വളർത്തുന്ന പിടക്കോഴികളുടെ ടെക്നിക്കൽ എക്സലൻസിയെ പറ്റിയും നേരത്തെ പാട്ടാ. ഒന്ന് ഒളിക്കാമെന്ന് കരുതണ്ട, ഞങ്ങൾ അവരെ കണ്ടിട്ടാ വരുന്നത്. ആഹാ, വന്നാലും മിസ് അരുന്ധതി മേനോൻ. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് സ്റ്റഫ്? അല്ലെങ്കിലും സെലക്ഷന്റെ കാര്യത്തിൽ ദോസ്തൊരു മന്നന. എത്ര പേരെ നമ്മൾ പങ്കിട്ടതാ. തൽക്കാലം സ്വർഗത്തിൽ ഒരു കട്ടൺ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പറദോസ്, എന്നാ നമുക്ക് കൂടേണ്ടത് മിസ് മേനോനുമൊത്ത്? എടുക്കടാ കൈ. കൈ എടുക്കാനാ പറഞ്ഞത്. ഓടാ. നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഈ കൈ പിന്നീട് ഉയരുകയില്ലായിരുന്നു. ദോസ്തായന്റെ പേരിൽ ക്ഷമിക്കുന്നു. ഒന്നോർത്തോളൂ, ഈ ജീറ്റിയുടെ ദൃഷ്ടി വീണ ഒരു മുട്ടും ജീറ്റിക്കായി വിടരാതിരുന്നിട്ടില്ല. ചെയ്യൂ, വാടാ.
സാരമില്ല. Take it easy. No, I just can't take certain things easy. തന്റെ ഖറുവാരിയില്ലേ ആ തടിച്ചിട്ടുള്ള അവളാളെങ്ങനെയാ? പൊന്മുട്ടയിടുന്ന താറാവിനോടുള്ള സ്നേഹം, അനുകമ്പ, ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. എന്താ? അവരാവശ്യപ്പെടുന്ന തുക കൊടുത്ത് തനിക്കൊരു പ്രമോഷൻ തന്നാലോ? ചെറിയൊരു പ്രമോഷൻ. ജെയിംസിന്റെ മോഡൽ, ജെയിംസിന്റെ മാത്രം, ജെയിംസിന്റെ കേപ്പ്. Hmm?